എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ഒരു വലിയ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഇറൂക്ക അവൻ മരിച്ചു കാണുമെന്ന് കരുതി ഇപ്പൊ കുട്ടപ്പനും പട്ടിക്കുട്ടിയും അവിടേക്ക് നോക്കി നിൽക്കും. ആ സമയത്ത് അവിടേക്ക് ആരോ വരുന്നുണ്ട്. അതാരാണ് നോക്കിയാ സാക്ഷാൽ ഇറൂക്ക. ദേഹം മുഴുവൻ ചോരയായിട്ട് കുറെ അടികൊണ്ട് അവനിപ്പോ ഒരു പാറക്കിടയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ അവിടേക്ക് ഇപ്പൊ മിസുക്കിയുടെ ഭാര്യ വന്ന് ഇറൂക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും കൊടുക്കാൻ തുടങ്ങും. അത് കണ്ട് ഞെട്ടിയ നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ ഇറൂക്ക കുട്ടപ്പനോട് പറയും, ഇതാണ് മിസുക്കിയുടെ ഫിയാൻസി. അത്രയും നേരം സാഡായിരുന്ന മിസുക്കി ആവട്ടെ ഇതെന്ത് സംഭവിച്ചതാണെന്ന് ഇപ്പൊ അവരോട് ചോദിക്കും. അത് മറ്റൊന്നുമല്ല, മിസുക്കിയുമായിട്ട് ഞാനൊന്ന് ഏറ്റുമുട്ടിയതാണെന്ന് പറയുമ്പോ അത് കേട്ട് ഇപ്പൊ മിസുക്കിക്ക് ഒരുപാട് വിഷമാവും. സോറി, ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. അവൻ ജയിലിൽ നിന്ന് കറക്റ്റായിട്ട് വന്നത് എൻ്റെ അടുത്തേക്കാണ്. പക്ഷെ ഞാൻ അവനെ സേഫായിട്ട് പറഞ്ഞയച്ചു. ഒരുപാട് തവണ ഞാൻ അവനോട് പറഞ്ഞു തെറ്റിലേക്ക് പോകരുതെന്ന്. പക്ഷേ അതൊന്നും തന്നെ കേൾക്കാൻ അവൻ തയ്യാറായില്ല. അവൾ കരഞ്ഞിട്ട് ഇപ്പൊ ഇറൂക്കനെ കൈ പിടിച്ച് പറയും, എന്നെ ഒരു പെങ്ങളായി കണ്ട് എന്നെ കൂടെ നിങ്ങളുടെ കൂടെ തന്നെ കൂട്ടണം. എനിക്ക് എങ്ങനെയെങ്കിലും മിസുക്കിയെ കണ്ട് സംസാരിച്ച് അവനെ എങ്ങനെയെങ്കിലും എനിക്ക് തിരികെ കൊണ്ടുവരണം. അതിന് ഇറൂക്കയാവട്ടെ, എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എനിക്കതിന് സാധിക്കില്ല. മിസുക്കിയുടെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തിയേ അവനെ കൊണ്ടുപോകാൻ സാധിക്കൂ. അതിന്റെ ഇടയിലേക്ക് നിന്നെ കൂടെ വലിച്ചിഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോ കുട്ടപ്പന് അത് തീരെ ഇഷ്ടപ്പെടില്ല. അതിന് അവള് പറയും, മിസുക്കിയുടെ എല്ലാ റൂട്ടും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവൻ എവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അവനെ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ നിങ്ങളെ സഹായിക്കാന്ന് അവളിപ്പോ അടിച്ചു പറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത മിസുക്കി ഇപ്പോ നാറ ക്ലാനിന്റെ ആ ഒരു റിസർച്ച് സെന്ററിലേക്ക് തന്നെ കടന്നു വരും. അവൻ ലാബിന്റെ ഉള്ളിൽ കയറി അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയും അടിച്ചു കൊന്ന് അവൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങള് അവിടുന്ന് മോഷ്ടിച്ച് വീണ്ടും കടന്നു പോകും. അതറിഞ്ഞ ആന്റി ആവട്ടെ ഇപ്പൊ ഒരുപാട് ദേഷ്യപ്പെട്ട് അവൻ എന്തിനായിരിക്കും ആ ലാബിൽ കയറി പറ്റിയത്, അവൻ എന്തായിരിക്കും അവിടുന്ന് എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പൊ വീണ്ടും മിസുക്കയോട് നല്ല കലിപ്പില് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് അവൾ ആലോചിച്ച് നിൽക്കും. അവൻ അവിടെ നിന്ന് എന്താണ് അടിച്ചു മാറ്റിയതെന്ന് അവൾ കണ്ടുപിടിക്കും. അവിടെ ആവശ്യത്തിന് സെക്യൂരിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മറ്റൊരു നിഞ്ച പറയുമ്പോ ആന്റി ആവട്ടെ അവൻ മോഷ്ടിച്ച ആ ഒരു ഫോർമുലയുടെ പേപ്പറും മുൻപ് അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു പേപ്പറും തമ്മിൽ ഇപ്പൊ കമ്പയർ ചെയ്യും. അത് രണ്ടും ഇപ്പൊ സെയിം ആണ്. അവളിപ്പോ എന്തൊക്കെയോ ചില കാര്യങ്ങള് കണക്ക് കൂട്ടാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ കുട്ടപ്പനും ബാക്കി സ്വത്തുമണികളും ഇപ്പൊ മിസുക്കിയെ തേടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മിസുക്കിക്ക് ഏകദേശം മിസുക്കിയുടെ വഴി എല്ലാം തന്നെ അറിയാം. മിസുക്കി അവസാനം വന്നപ്പോ അവളുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് വേണ്ടത് പവറാണ്, അതുള്ളത് ഒറോച്ചിമാറുവിന്റെ അടുത്താണ്. തീർച്ചയായിട്ടും എനിക്ക് അവന്റെ അടുത്ത് എത്തണമെന്നാണ്. അവൻ ഉറപ്പായിട്ടും ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് തന്നെയായിരിക്കും പോയിരിക്കാന്ന് പറഞ്ഞ് അവളിപ്പോ അവരെയും കൂട്ടി മുൻപോട്ട് പോകും. അവള് പറയും, അന്ന് ആ സ്ക്രോള് അവൻ അടിച്ചു മാറ്റിയത് അവന് വേണ്ടി ആയിരുന്നില്ല, ഒറോച്ചിമാറുവിന് വേണ്ടിയാണ് അവൻ ആ സ്ക്രോള് അടിച്ചു മാറ്റിയത്. എനിക്കവനെ അന്ന് തടയാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇത്തവണ തീർച്ചയായിട്ടും ഞാൻ അവനെ തടഞ്ഞിരിക്കും. അതിന് ഇറൂക്ക ദേഷ്യപ്പെട്ട് പറയും, ഇതെല്ലാം തന്നെ മുൻപേ അറിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ട് നീ അവനെ തടയാൻ ശ്രമിച്ചില്ല? പക്ഷെ ഇനി ഒരിക്കലും അവനെ തെറ്റിലേക്ക് പോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറയും. ഇവിടെ സുനൈര് ആ പേപ്പറിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതെന്താണെന്ന് അവളിപ്പോ കണ്ടുപിടിച്ചു. തീർച്ചയായിട്ടും ഒറോച്ചിമാറുവിന് വേണ്ടി തന്നെയാണ് ഈ ഫോർമുല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സാധാരണ ഒരു നിഞ്ചയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയോ എന്നവൾ ആലോചിച്ച് നിൽക്കുമ്പോ ആ സമയത്ത് ഇപ്പൊ വേറൊരു നിഞ്ച അവിടേക്ക് വന്ന് 3 പേരെ ഒഴികെ ബാക്കി ജയിൽ ചാടിയവരെ എല്ലാവരെയും ഇപ്പൊ പിടിച്ചു എന്ന് പറയും. മിസുക്കിയെയും ആ 2 ഉണ്ടപ്പന്മാരെയാണ് കണ്ടുപിടിക്കാൻ കഴിയാത്തതെന്ന് പറയുമ്പോ അപ്പൊ സുനൈരി ഞെട്ടിയിട്ട് ആ ബ്രദേഴ്സ് അവര് രക്ഷപ്പെട്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ കളത്തിലിറങ്ങണമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് വരും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ 3 ആൾക്കാരും ചേർന്ന് ആ ഉണ്ടപ്പന്മാരെ ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇവർ ഇത്രയും പവർ കൊടുത്തിട്ടും അവർ രണ്ടുപേരും ഇപ്പൊ വൈബ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരുടെ പവർ കുറേശ്ശായിട്ട് കുറഞ്ഞു വരികയാണ്. അതിന് നാറ പറയും, നമ്മൾ എന്തെങ്കിലും പുതിയൊരു ഐഡിയ അത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ 2 ഉണ്ടപ്പന്മാരും കൂടെ നമ്മളെ വെട്ടിക്കേറി അടുപ്പേ വെക്കും. അപ്പൊ നാറ പറയും, അവരെ കാണാൻ ഒരു റബ്ബർ ബോളിനെ പോലെയാണ്, നമുക്ക് എല്ലാവർക്കും ആ ഒരു ബ്രഹ്മാണ്ഡ ജിപ്സു അത് തന്നെ ഉപയോഗിക്കാന്ന് പറയുമ്പോ ചോച്ചി ആവട്ടെ അത് നല്ലൊരു പ്രയോഗമാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ആ ജിപ്സു എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഇപ്പൊ മിസുക്കി ആവട്ടെ എവിടേക്കോ ലക്ഷ്യം വെച്ച് അങ്ങനെ നിൽക്കാണ്. അവന്റെ കയ്യില് ഇപ്പൊ ഒരു ടാറ്റു ഉണ്ട്. അപ്പൊ മിസുക്കി അവന്റെ പഴയ ഇമാജിനേഷനിലേക്ക് പോവും.
ആ ഒരു മിഷന്റെ സമയത്ത് കാലിന് പരുക്കുപറ്റി വീണ ആ ഒരു നിഞ്ചയെ അവൻ ശ്വാസം മുട്ടിച്ചു കൊല്ലും. അവൻ പേടിച്ച് ഇപ്പൊ കാട്ടിക്കൂടെ മുൻപോട്ടേക്ക് ഓടുമ്പോ അവന്റെ മുൻപിലേക്ക് ആദ്യമായി സാക്ഷാൽ ഒറോച്ചിമാറു തന്നെ കടന്നു വരും. ഒറോച്ചിമാറു മെല്ലെ അടുത്തേക്ക് വന്ന് അവനെ പാരലൈസ്ഡ് ആക്കി ഇപ്പൊ അവനോട് സംസാരിക്കാൻ തുടങ്ങും. ഒറോച്ചിമാറു, നീ ഇപ്പൊ ചെയ്ത ഈ ഒരു അടിപൊളി കാര്യം കണ്ടിട്ടാണ് ഞാനിപ്പോ നിന്റെ അടുത്തേക്ക് വന്നത്. അതിന് മിസുക്കി ചോദിക്കും, എന്തേ നീ കണ്ടത്? അല്ല, നീ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നവനെ കൊന്നുകളഞ്ഞു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഷിനോബികളുടെ ഇടയിൽ വളരെ വിരളമായിട്ടാണ് ഇത്തരം കാഴ്ചകൾ ഞാൻ കാണാറ്. അവനുടനെ കാര്യം വഷളാകുന്നു മനസ്സിലാക്കി അത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ആ ഒരു അവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. അപ്പൊ ഒറോച്ചിമാറു, എന്തുപറ്റി? എന്തിനാണ് നീ ടെൻഷൻ ആവുന്നത്? നീ ചെയ്ത കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് മിഷൻസ് നീ ലീഫ് വില്ലേജിന് വേണ്ടി ചെയ്തു കൊടുത്തു. പക്ഷേ നിന്നെ ആരും തന്നെ ഒരു വാക്കുകൊണ്ട് പോലും അഭിനന്ദിച്ചിട്ടില്ല. അവര് നിന്നെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞ് ഒറോച്ചിമാറു അവന്റെ പാമ്പിനെ കൊണ്ട് ഇപ്പൊ മിസുക്കിയുടെ കയ്യില് ഒരു കൊത്തു കൊടുക്കും. നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞ് ഒരു പേപ്പർ ഇട്ടുകൊടുത്ത് ഒറോച്ചിമാറു ആവട്ടെ അവിടുന്ന് കടന്നു പോവും. അവൻ പേടിച്ചോടി വന്ന് അവന്റെ കൈ തപ്പി നോക്കുമ്പോ അവിടെ ഒരു തലയൊട്ടിയുടെ ചിഹ്നം കാണും. മാത്രമല്ല അടുത്ത് ഒരു പേപ്പറും. കട്ട് ചെയ്ത ഇപ്പൊ മിസുക്കി അവന്റെ കയ്യിലെ ആ ഒരു ടാറ്റു നോക്കി അവന്റെ മുൻപിലായിട്ട് ആരും കയറാത്ത ഒരു പ്രത്യേക ഗുഹയുണ്ട്. അവനിപ്പോ പതിയെ അതിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി ചെല്ലാൻ തുടങ്ങും. അവൻ മുൻപോട്ട് നോക്കുമ്പോ ഓൾറെഡി 8 കല്ലുകൾ അവിടെ കിടപ്പുണ്ടാവും. അതിൽ 8ാമത്തെ കല്ല് അവനിപ്പോ വലിച്ചു പറിച്ച് പുറത്തേക്കെടുക്കും. അപ്പോ ഒരു ചെയിൻ ആ ഗ്യാപ്പിലൂടെ താഴേക്ക് വീഴും. മിസുക്കി ആവട്ടെ അതീ പിടിച്ച് വലിക്കുമ്പോ മുകളിലായിട്ട് ഇപ്പൊ ഒരു തലയോട്ടി പോലെ ഒരു രൂപം പ്രത്യക്ഷപ്പെടും. അവൻ ചിരിക്കും. ഒരുപാട് സന്തോഷത്തില് അവൻ ആറാടി നിൽക്കുമ്പോ ഇവിടെ കുട്ടപ്പനും ടീംസും ആവട്ടെ ഇപ്പൊ 100 110 ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ അവളോട് ചോദിക്കും, യഥാർത്ഥത്തില് ഈ ഒറോച്ചിമാറുവിന്റെ പവർ അതെന്താണ്? അതിന് അവള് പറയും, എനിക്കവന്റെ പവർ അതെന്താണെന്ന് അറിയില്ല. മാത്രമല്ല മിസുക്കി അവൻ എപ്പോഴാണ് ഒറോച്ചിമാറുവിനെ കണ്ടതെന്നും എനിക്കറിയില്ല. അന്ന് സ്ക്രോള് കിട്ടാത്തതിന് ഒറോച്ചിമാറുവിന് ഇപ്പൊ മിസുക്കിയോട് ചെറിയൊരു ദേഷ്യമുണ്ട്. അതിന് കുട്ടപ്പൻ പറയും, അന്ന് തന്നെ സ്ക്രോൾ അടിച്ചു മാറ്റിയതിന് ആവശ്യത്തിനുള്ളത് ഞാൻ അവന് കൊടുത്തിരുന്നു. ഇപ്പോഴും മിസുക്കി ഒറോച്ചിമാറുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഞാൻ ഇടിച്ച് സൂപ്പാക്കുമെന്ന് കുട്ടപ്പനാവട്ടെ കലിപ്പ് കയറി അടിച്ചു പറയും. മിസുക്കിയെ കിട്ടുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും സാസുകയെ കുറിച്ച് അവനോട് ചോദിച്ചു മനസ്സിലാക്കണം. ഞാനിന്നൊരു കലക്കൂന്നും പറഞ്ഞ് കുട്ടപ്പൻ മുമ്പോട്ട് ആഞ്ഞു കുതിക്കുമ്പോ കട്ട് ചെയ്താ അവനിപ്പോ ഒരുപാട് മരുന്നുകള് ഒരു ടേബിളിൽ നിരത്തി വെക്കും. അവനതിന്റെ ഓരോ ഗ്യാപ്പിലും ഇപ്പൊ ഓരോ മരുന്നൊഴിച്ച് അതിൽ കൈ അമർത്തി പിടിക്കും. അതെല്ലാം തന്നെ ഒത്തുചേർന്ന് ഇപ്പൊ ചുമന്ന കളറുള്ള ഒരു പ്രത്യേക മെഡിസിനായി തീരും. അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ മിസുക്കി ആവട്ടെ അങ്ങനെ അവസാനം ഞാനത് കണ്ടെത്തി എന്ന് പറയും. ആ സമയത്ത് ഇപ്പൊ പുറത്ത് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് അവന് പിടികിട്ടി. മെല്ലെ മെല്ലെ അവനിപ്പോ അവിടുന്ന് മൂവ് ചെയ്യാൻ ആരംഭിക്കും. ഇപ്പൊ പുറത്തു വന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കുട്ടപ്പനും ടീമുമാണ്. ഹക്കൂൺ പട്ടിക്കുട്ടിക്ക് ഇപ്പൊ എന്തോ ഒരു സ്മെല്ലടിക്കാൻ തുടങ്ങും. അത് സ്മെല്ല് ചെയ്ത് അവൻ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ ഇവിടെ മിസുക്കി ആവട്ടെ അവൻ കണ്ടുപിടിച്ച ആ ഒരു ചുമന്ന മെഡിസിനുമായിട്ട് ഇപ്പൊ പുറത്തേക്ക് വരും. അപ്പൊ കിസുമി, ഞാൻ നിങ്ങളെ എല്ലാവരെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നിങ്ങളായിട്ട് ഇവിടേക്ക് വന്നത് എന്റെ ജോലിഭാരം ഒരുപാട് കുറച്ചു എന്ന് പറഞ്ഞ് അവൻ കൂടുതൽ ഡയലോഗ് അടിക്കുമ്പോ ഇവിടെ കുട്ടപ്പന് കലി കയറി അവനെ അടിക്കാനായിട്ട് ചാടി ചാടി നിൽക്കും. അപ്പൊ കിസുമി അവന്റെ കയ്യിലുള്ള ആ ഒരു മരുന്നെടുത്ത് കാണിക്കും. ഇതൊരു പ്രത്യേകതരം ജ്യൂസ് ആണെന്ന് പറഞ്ഞ് അവനത് മുഴുവൻ തന്നെ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കും. ഇറൂക്കയ്ക്ക് മനസ്സിലാവും എന്തോ വലിയൊരു ആപത്ത് അത് സംഭവിക്കാൻ പോവുകയാണെന്ന്. അപ്പോഴത്തേക്കും കിസുമി അവന്റെ ബോഡി തന്നെ ഇപ്പൊ ബിൽഡ് ചെയ്യാനായിട്ട് ആരംഭിക്കും. മസിൽസ് പുറത്തേക്ക് തള്ളി അവനിപ്പോ ഒരു മോൺസ്റ്ററിനെ പോലെ ആയിത്തീരും. അവനെ കാണുമ്പോ ഇപ്പൊ കുട്ടപ്പന് സാക്ഷാൽ സാസുക ഓർമ്മ വരും. അവസാനമായിട്ട് സാസുകയുമായി ഫൈറ്റ് ചെയ്തപ്പോ അവനും ഇതുപോലെ തന്നെ ഒരു മോൺസ്റ്ററായി തീർന്നു. തീർച്ചയായിട്ടും ഇത് ഒറോച്ചിയുടെ പവറാണെന്ന് കുട്ടപ്പൻ വിളിച്ചു പറയുമ്പോ അവനാവട്ടെ നമ്മുടെ ആൾക്കാർ നോക്കി ചിരിച്ചു കാണിക്കും. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും